നമസ്കാരം. മോർണിംഗ് ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ പതിറ്റാണ്ടുകൾ വൈദഗ്ധ്യമുള്ള യുവതലമുറയുള്ള രാജ്യമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഒഡീഷയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എലോൺ മസ്കിനോടുള്ള നിരാശ രൂക്ഷമായി പ്രകടിപ്പിച്ച യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. നിയമപരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ തങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടില്ലെന്ന് മെറ്റയോട് യൂറോപ്യൻ കമ്മീഷൻ. ഓപ്പൺ എഐ സിഇഒ സാം ആൾട്ട്മാന് പണി സ്വന്തം കുടുംബത്തിൽ നിന്നും. ചെറുപ്പത്തിലെ ലൈംഗിക പീഡനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സഹോദരി ആൻ ആൾട്ട്മാൻ. ലോസ് ആഞ്ചലസിൽ പടർന്നുപിടിക്കുന്ന കാട്ടുതീയിൽ 5 പേർ മരിച്ചു. വീടുകൾ ഉൾപ്പെടെ 1000-ലേറെ കെട്ടിടങ്ങളും നിരവധി വാഹനങ്ങളും അഗ്നിക്കിരയായി. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് മുന്നറിയിപ്പുമായി ജർമ്മനിയും ഫ്രാൻസും. ട്രംപിന്റെ ആഗ്രഹം നടക്കാത്തതെന്ന് സ്ഥാനമൊഴിയുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്തു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരും പ്രതികൾ. നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തേക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യ വരും പതിറ്റാണ്ടുകളിൽ ലോകത്തിൽ വൈദഗ്ധ്യമുള്ള യുവതലമുറ രാജ്യമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഒഡീഷയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഒരു യുവരാജ്യം മാത്രമല്ല, വൈദഗ്ധ്യമുള്ള യുവാക്കളുടെ രാജ്യം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണത്തെ പ്രവാസി ഭാരതീയ ദിവസ് നടക്കുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രവാസികൾക്കുള്ള പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനായ പ്രവാസി ഭാരതീയ എക്സ്പ്രസിന്റെ ഉദ്ഘാടന യാത്രയും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. രാജ്യത്തുടനീളമുള്ള വിനോദസഞ്ചാരവും മതപരമായ പ്രാധാന്യവുമുള്ള ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് ഈ ട്രെയിൻ സഞ്ചരിക്കും. ഒഡീഷ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് കേന്ദ്രം PBD കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, ആനന്ദ് TV മീഡിയ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. UK-ലുടനീളം ഒരൊറ്റ രാത്രി കൊണ്ട് താപനില വീണ്ടും കുറഞ്ഞു. മഞ്ഞു മൂടിയ കാലാവസ്ഥ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി മെറ്റ് ഓഫീസ്. വ്യാഴാഴ്ച തെക്കൻ ഇംഗ്ലണ്ട്, വെയിൽസ്, വടക്കൻ അയർലൻഡ്, വടക്കൻ സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ മൂടൽ മഞ്ഞ് എന്നിവയുണ്ടാകാമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. വ്യാഴാഴ്ച രാത്രി താപനില വീണ്ടും -16°C വരെ താഴ്ന്നേക്കാം. ചില പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞ് വീഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത മഴയോ മഞ്ഞുരുകുന്നതോ കാരണം വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നിലവിലുണ്ട്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന സുഹൃത്തായ എലോൺ മസ്കുമായുള്ള തർക്കം മൂർച്ഛിച്ചതോടെ മസ്കിനോടുള്ള കടുത്ത നിരാശ പ്രകടമാക്കി യൂറോപ്യൻ നേതാക്കൾ. വടക്കൻ ഇംഗ്ലണ്ടിലെ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മസ്ക് തന്റെ X പ്ലാറ്റ്ഫോമിൽ നടത്തിയ പ്രകോപനപരമായ പോസ്റ്റുകളെ തുടർന്ന് നുണയും തെറ്റായ വിവരങ്ങളും മസ്ക് പ്രചരിപ്പിക്കുന്നെന്ന ആരോപണവുമായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രംഗത്ത് വന്നിരുന്നു. ട്രംപിന്റെ ഭരണത്തിൽ മുൻകൈയെടുക്കാൻ തയ്യാറെടുക്കുന്ന മസ്ക് മധ്യ ഇടത് ലേബർ നേതാവിനെ കൂട്ടബലാത്സംഗങ്ങളിൽ ആഴത്തിൽ പങ്കാളിത്തമുള്ളയാളെന്നും നിന്ദിനെന്നുമൊക്കെ ആരോപിച്ചിരുന്നു. ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് UK-യിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉയരുന്നത്. യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ സാമൂഹിക മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിന്റെ ആരോപണത്തിന് മറുപടി നൽകി യൂറോപ്യൻ കമ്മീഷൻ. ഏതെങ്കിലും ഒരു നിയമപരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ തങ്ങൾ നിർബന്ധിക്കുന്നില്ലെന്നും പ്ലാറ്റ്ഫോമുകളോട് നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും കമ്മീഷൻ പറഞ്ഞു. സെൻസർഷിപ്പിന് നിയമസാധുത നൽകുന്നതിനും പുതുതായി എന്തെങ്കിലും നിയമങ്ങൾ നിർമ്മിക്കുന്നതും പ്രയാസമാക്കുന്ന നീക്കങ്ങൾ യൂറോപ്പിൽ വർദ്ധിക്കുകയാണെന്നായിരുന്നു സക്കർബർഗിന്റെ വാക്കുകൾ. എന്നാൽ ഏതെങ്കിലും ഒരു നിയമപരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ യൂറോപ്പിലെ ഡിജിറ്റൽ സർവീസസ് ആക്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിർബന്ധിക്കുന്നില്ല എന്നും സക്കർബർഗ് പറഞ്ഞു. ഓപ്പൺ AI CEO സാം ആൾട്ട്മാനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് സഹോദരി ആൻ ആൾട്ട്മാൻ നിയമ നടപടിക്കൊരുങ്ങുന്നു. ബാല്യകാലത്ത് ലൈംഗികമായി ആൾട്ട്മാൻ ഉപദ്രവിച്ചു എന്നാണ് ആരോപണം. ആനിന് 3 വയസ്സുള്ളപ്പോഴാണ് ലൈംഗിക അതിക്രമങ്ങൾ ആരംഭിച്ചതെന്ന പരാതിയിൽ പറയുന്നു. സാമിന് അപ്പോൾ 12 വയസ്സായിരുന്നു. US-ലെ മിസോറിയിലുള്ള വീട്ടിൽ 97 മുതൽ 2006 വരെ ഇത് തുടർന്നെന്നും പരാതിയിലുണ്ട്. $75,000 നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ് കേസ്. മുമ്പും ഇതേ ആരോപണം ആൻ ആൾട്ട്മാൻ ഉന്നയിച്ചെങ്കിലും നിയമവഴിക്ക് നീങ്ങുന്നത് ഇപ്പോഴാണ്. തെക്ക് കിഴക്കൻ ലണ്ടനിലെ വുൾവിച്ചിൽ നഗരത്തിൽ ബസ്സിനുള്ളിൽ 14കാരൻ കുത്തേറ്റ് മരിച്ചു. ഡബിൾ ഡെക്കർ റെഡ് ബസ്സുകളിലൊന്നിലാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. കുട്ടിക്ക് വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഓഗസ്റ്റിൽ ലണ്ടനിലെ തിരക്കേറിയ ലെസ്റ്റർ സ്ക്വയർ ഏരിയയിൽ 11 വയസ്സുള്ള പെൺകുട്ടിക്കും ഗുരുതരമായി കുത്തേറ്റ് പരിക്കേറ്റിരുന്നു. ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയിൽ ഇതുവരെ 5 പേർ മരിച്ചു. വീടുകൾ ഉൾപ്പെടെ 1000-ലേറെ കെട്ടിടങ്ങളും നിരവധി വാഹനങ്ങളും അഗ്നിക്കിരയായി. അഗ്നിശമന സേനകൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പൊള്ളലുമേറ്റു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1.5 ലക്ഷത്തോളം പേർ ഒഴിപ്പിച്ചു. വീടുകളിൽ വൈദ്യുതി നിലച്ച അവസ്ഥയിലാണ്. ഗ്യാസ് സ്റ്റേഷനിൽ പൂട്ടിയത് 15,000-ത്തോളം ആളുകളെയും ബാധിച്ചു. കാലിഫോർണിയ സംസ്ഥാനത്ത് ഗവർണർ ഗാവിൻ ന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സാന്റാമോണിക്ക, മലീബോ പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായ പസഫിക് പാലിസൈഡിൽ 5000 ഏക്കറിലേറെ പ്രദേശത്താണ് തീ പടർന്നത്. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് മുന്നറിയിപ്പുമായി ജർമ്മനിയും ഫ്രാൻസും.
ട്രംപിന്റെ സൈനിക ശക്തി ഉപയോഗിച്ചുള്ള നീക്കത്തിനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ദേശീയ സാമ്പത്തിക സുരക്ഷയ്ക്ക് ആർട്ടിക് ദ്വീപ് നിർണായകമാണെന്ന് പറഞ്ഞ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള തന്റെ ആഗ്രഹം ചൊവ്വാഴ്ച ട്രംപ് ആവർത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇരു രാജ്യങ്ങളും എത്തിയത്. ചെറിയ രാജ്യമായാലും ശക്തി കൂടിയ രാജ്യമായാലും അതിർത്തികൾ ലംഘിക്കപ്പെടാതിരിക്കുക എന്ന തത്വം എല്ലാവർക്കും ബാധകമാണെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് സ്കോൾസ് പറഞ്ഞു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അതിൻ്റെ പരമാധികാര അതിർത്തികൾ ആക്രമിക്കാൻ യൂറോപ്യൻ യൂണിയൻ അനുവദിക്കില്ല എന്നതിൽ ഒരു സംശയം വേണ്ടെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റും പറഞ്ഞു. ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കണമെന്ന നിയുക്ത പ്രസിഡന്റ് ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്ന് സ്ഥാനമൊഴിയുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. US സഖ്യങ്ങളെ ഉയർത്തിക്കെട്ടാൻ ഉദ്ദേശിച്ചുള്ള വിടവാങ്ങൽ പര്യടനത്തിന്റെ ഭാഗമായി പാരീസിൽ ഒരു വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബ്ലിങ്കൻ ഇക്കാര്യം പറഞ്ഞത്. ഗ്രീൻലാൻഡിനെ കുറിച്ച് പ്രകടിപ്പിച്ച ആശയം വ്യക്തമായി നല്ലതല്ല, പക്ഷേ അത് നടപ്പാകില്ലെന്നും അതിനായി കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ട് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിൽ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള തന്റെ താൽപര്യം ആവർത്തിച്ചത്. CBSE ബോർഡ് പരീക്ഷ അടുത്ത അധ്യയന വർഷം മുതൽ വർഷത്തിൽ 2 തവണ നടത്തുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. CBSE 10-12 ക്ലാസുകളിൽ സെമസ്റ്റർ പരീക്ഷ നടത്തുന്നതിനും വർഷത്തിൽ 2 തവണയായി ബോർഡ് പരീക്ഷകൾ നടത്തുന്നതിനുമാണ് ആലോചന. കുട്ടികളിൽ പരീക്ഷാപ്പടിയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് 6 മരണം. ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി കൂപ്പൺ വിതരണത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ടാണ് 6 പേർ മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മരിച്ചവരിൽ ഒരാൾ സേലം സ്വദേശിയാണ്. ഈ മാസം 10 മുതൽ 19 വരെ നടക്കുന്ന ഏകാദശി ദർശൻ കൂപ്പൺ വിതരണം ചെയ്യുന്നുള്ള 9 കേന്ദ്രങ്ങളിലാണ് 94 കൗണ്ടറുകൾ തുറന്നത്. കൗണ്ടറിലേക്ക് ആളുകൾ തള്ളിക്കയറിയതാണ് അപകടത്തിന് കാരണം. 2018 എൽഗർ പരിഷത്ത് മാവോയിസ്റ്റ് ബന്ധ കേസിൽ അറസ്റ്റിലായ ഗവേഷക റോണ വിൽസൺ, ആക്ടിവിസ്റ്റ് സുധീർ ഖാവാലെ എന്നിവർക്ക് മുംബൈ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 1 ലക്ഷം വീതമുള്ള ആൾ ജാമ്യത്തിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ AS ഗഡ്കരി, കമാൽ ഖാദ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ഇരുവരും വിചാരണ തടവുകാരായി 6 വർഷത്തിലേറെ ജയിലിൽ ചിലവഴിച്ചിരുന്നു. വിചാരണ വേളയിൽ പ്രത്യേക NIA കോടതിയിൽ ഹാജരാകാനും പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനും വിചാരണ പൂർത്തിയാകുന്നതുവരെ നഗരം വിട്ടുപോകരുതെന്നും വിൽസനോടും ധവാലിയോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു. റൺവേ നവീകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളം പകൽ അടച്ചിടും. റൺവേയുടെ ഉപരിതലം പൂർണ്ണമായും മാറ്റി റീകാർപ്പറ്റിംഗ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തുക. ജനുവരി 14 തുടങ്ങി മാർച്ച് 29 പണി പൂർത്തിയാകും. ഈ ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് റൺവേ അടച്ചിടുക. ഈ സമയം വന്നുപോകുന്ന വിമാന സർവീസുകളുടെ സമയവും പുനഃക്രമീകരിച്ചു. പുതിയ സമയക്രമങ്ങളെക്കുറിച്ച് വിമാന കമ്പനികൾ യാത്രക്കാർക്ക് വിവരം നൽകും. 3374 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള റൺവേയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA പ്രതിയേർത്തു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് MLAക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവരും പ്രതികളാണ്. ഇതിൽ KK ഗോപിനാഥൻ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. പുറത്തുവന്ന ആത്മഹത്യാക്കുറിപ്പിലെയും കത്തിലെയും പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉദ്യോഗസ്ഥൻ ബത്തേരി DYSP KJ അബ്ദുൾ ഷെരീഫ് വ്യക്തമാക്കി. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് മുൻ നേതാവ് KK ഗോപിനാഥൻ, മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് തുടങ്ങിയവർക്ക് കോഴ നിയമനത്തിൽ പങ്കുണ്ടെന്ന പരാമർശമടങ്ങിയ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്ന ശേഷമാണ് നടപടി. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകും. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അക്കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കും. പാർട്ടി അന്വേഷണം പോലീസ് അന്വേഷണത്തെ ബാധിക്കില്ല. പാർട്ടിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. CPM-നെ പോലെ പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനമെടുക്കലല്ല, സമാന്തരമായി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. CPM-ൽ പോലീസ് അന്വേഷണം ഉണ്ടാകാറില്ല, പാർട്ടി അന്വേഷണം മാത്രമേ നടക്കൂ എന്നും സതീശൻ പറഞ്ഞു. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് മുൻമന്ത്രി G സുധാകരൻ. ബോബി ചെമ്മണ്ണൂർ വെറും പ്രാകൃതനും കാടനും പരമനാറിയും പണത്തിന്റെ അഹങ്കാരിയുമാണെന്നും സുധാകരൻ പറഞ്ഞു. കായംകുളം MSM കോളേജിൽ ഒരു പുസ്തക പ്രകാശനം നിർവഹിക്കുകയായിരുന്നു G സുധാകരൻ. അതേസമയം അറസ്റ്റ് റെക്കോർഡ് ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി പോലീസ് കോടതിയിൽ ഹാജരാക്കും. പെരിയ ഇരട്ടക്കൊല കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർ ജയിൽ മോചിതരായി. മാലയിട്ടും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രവർത്തകർ ഇവരെ സ്വീകരിച്ചത്. PJ രാജൻ, MV ജയരാജൻ, CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ എന്നിവർ ഇവരെ സ്വീകരിക്കാൻ ജയിലിലെത്തിയിരുന്നു. റിലീസ് ഓർഡർ രാവിലെ 8 മണിയോടെ കണ്ണൂർ സെൻട്രലിൽ എത്തിക്കുകയായിരുന്നു. KV കുഞ്ഞിരാമനെ കൂടാതെ CPM നേതാക്കളായ K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് മോചിതരായത്. അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ നേതാക്കളെ മാലയിട്ട് സ്വീകരിച്ചതിനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. അത്തരം സ്വീകരണത്തിന് കുഴപ്പമില്ല. രാഷ്ട്രീയ പ്രേരിതമായി CBI നടത്തിയ തെറ്റായ നീക്കത്തെ ഹൈക്കോടതി തടഞ്ഞു. പെരിയ ഇരട്ടക്കൊല പാർട്ടിയുടെ അറിവോടെ നടന്നത്. ഹൈക്കോടതി ഉത്തരവിന് ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി കൂട്ടിച്ചേർത്തു.
UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 105.57 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.92 രൂപ, ഒരു യൂറോ 88.56 രൂപ, ഒരു പൗണ്ട് 1.23 US ഡോളർ. ഇനി സ്പോർട്സ്. സ്പാനിഷ് സൂപ്പർ കപ്പ് അവസാന പോരാട്ടത്തിലേക്ക് ബാഴ്സലോണ. അത്ലറ്റിക്കോ ക്ലബിനെ പരാജയപ്പെടുത്തിയാണ് ബാഴ്സ സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടത്തിനെത്തിയത്. ബുധനാഴ്ച ജിദ്ദയിൽ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് സെമി ഫൈനൽ വിജയിച്ചതോടെ തുടർച്ചയായി മൂന്നാം ഫൈനലിലെത്തുന്ന ടീമായി ബാഴ്സലോണ. വ്യാഴാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ മുൻ ജേതാക്കളായ റയൽ മാഡ്രിഡും മലോർക്കയും തമ്മിൽ ഏറ്റുമുട്ടും. ഈ മത്സരത്തിലെ വിജയിയായിരിക്കും ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ബാഴ്സയുടെ എതിരാളികൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യ പതിറ്റാണ്ടുകൾ വൈദഗ്ധ്യമുള്ള യുവതലമുറയുടെ രാജ്യമായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ ഒഡീഷയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എലോൺ മസ്കിനോടുള്ള നിരാശ രൂക്ഷമായി പ്രകടിപ്പിച്ച യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. നിയമപരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ തങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടില്ലെന്ന് മെറ്റയോട് യൂറോപ്യൻ കമ്മീഷൻ. ഓപ്പൺ AI CEO സാം ആൾട്ട്മാന് പണി സ്വന്തം കുടുംബത്തിൽ നിന്നും. ചെറുപ്പത്തിലെ ലൈംഗിക പീഡനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങിയ സഹോദരി ആൻ ആൾട്ട്മാൻ. ലോസ് ആഞ്ചലസിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയിൽ 5 പേർ മരിച്ചു. വീടുകൾ ഉൾപ്പെടെ 1000-ലേറെ കെട്ടിടങ്ങളും നിരവധി വാഹനങ്ങളും അഗ്നിക്കിരയായി. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് മുന്നറിയിപ്പുമായി ജർമ്മനിയും ഫ്രാൻസും. ട്രംപിന്റെ ആഗ്രഹം നടക്കാത്തതെന്ന് സ്ഥാനമൊഴിയുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്തു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരും പ്രതികൾ. നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തേക്കും. മോർണിംഗ് ടോപ്പ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.